നമസ്കാരം. ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് വീണ്ടും സ്വാഗതം. 2025 വിഷു ഫലങ്ങളിൽ അവിട്ട നക്ഷത്രക്കാരുടെ ഫലമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവിട്ട നക്ഷത്രം പകുതി ഭാഗം മകരക്കൂറിലും രണ്ടാമത്തെ പകുതി ഭാഗം കുംഭക്കൂറിലുമാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ശനി മീനത്തിലും വ്യാഴം ഇടവത്തിലും നിൽക്കെ കൊല്ലവർഷം 1200 മേടമാസം 1-ാം തീയതി പുലർച്ചെ 3:21 ചോതി നക്ഷത്രത്തിലാണ് വിഷു സംക്രമം നടന്നത്. അപ്പോൾ ആ സമയത്തുള്ള ചന്ദ്ര സ്ഥിതി എന്ന് പറയുന്നത് തുലാക്കൂറാണ്. തിഥി എന്ന് പറയുന്നത് കൃഷ്ണപക്ഷ പ്രഥമ തിഥിയാണ്. വരാഹകരണമാണ്. നിത്യയോഗം വജ്രനാമ നിത്യയോഗമാണ്. ഈ സമയത്താണ് മേടവിഷു സംക്രമം നടന്നത്. അതായത് നേരം വെളുക്കുന്നതിന് അല്പം മുമ്പാണ് വിഷു സംക്രമം നടന്നത്. അപ്പോൾ ആ സമയത്തെ നക്ഷത്രം, തിഥി, കരണം, നിത്യയോഗം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചേർത്താണ് നമ്മൾ വിഷുഫലം പറയുന്നത്. അപ്പോൾ ആദ്യത്തേതെന്ന് പറയുന്നത് നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള വിഷുഫലമാണ്. സംക്രമ നക്ഷത്രത്തെ അടിസ്ഥാനപ്പെടുത്തി മറ്റ് നക്ഷത്രങ്ങളെ 6 വിഭാഗമായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ആദിഷട്കം, മധ്യഷട്കം, അന്ത്യഷട്കം, ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം. ഇതിൽ ഷട്കം എന്ന് അവസാനിക്കുന്ന ഗ്രൂപ്പുകളിൽ പെട്ട നക്ഷത്രങ്ങൾ അവർക്കെല്ലാം ഗുണകരമാണ് വിഷുഫലം. ശൂലം എന്ന് അവസാനിക്കുന്ന ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്ക് വിഷുഫലം ദോഷകരവുമാണ്, അല്ലെങ്കിൽ അത്ര ഗുണങ്ങൾ ചെയ്യുന്നില്ല. അപ്പോൾ ഈ അവിട്ട നക്ഷത്രം എന്ന് പറയുന്നത് മധ്യശൂലം എന്ന് പറയുന്ന വിഭാഗത്തിലാണ് പെടുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അല്പം ദുഃഖം കലർന്ന അനുഭവങ്ങളായിരിക്കും ഈ വർഷം വിഷുഫലം കൊണ്ട് ഉണ്ടാകുന്നത്. കാര്യതടസ്സങ്ങൾ ഉണ്ടാകാം, കുടുംബത്തിൽ അല്പം സ്വസ്ഥതക്കുറവ് അനുഭവപ്പെടാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കൊണ്ട് ദുഃഖം ഉണ്ടാകുന്ന അവസ്ഥകൾ ഉണ്ടാകാം. അസമയത്തുള്ള യാത്രകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് അസമയത്ത് പോകാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ പോകേണ്ടി വന്നാൽ ഒരാളെ കൂടെ കൂട്ടത്തിൽ കൂട്ടുക. ഡ്രൈവ് ചെയ്യേണ്ടി വന്നാലൊക്കെ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഇത് ഭയപ്പെടുത്താൻ പറയുന്നതല്ല, അസമയത്ത് പോകുമ്പോൾ ഒരാളും കൂടെ നമ്മുടെ കൂടെ ഉള്ളതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ ഒരു കരുതൽ എടുക്കുക. പകൽ സമയത്ത് ഇപ്പം പ്രശ്നമൊന്നുമില്ല, കാരണം ആളുകളൊക്കെ കാണുമല്ലോ. രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ രാത്രി വളരെ വൈകിയുള്ള സമയങ്ങളിൽ നമ്മൾ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക. പിന്നെ അടുത്തതെന്ന് പറയുന്നത് വിഷുഫലത്തിൽ അവിട്ട നക്ഷത്രക്കാർക്ക് നോക്കുമ്പോൾ അനുകൂലമായ ഒരു കാലഘട്ടമാണ്. മറ്റു പല രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായ സമർപ്പണം ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. എന്നാൽ ഈ സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാഹനം ഓടിക്കുമ്പോൾ ഒരാളോട് വേണമെന്ന് പറഞ്ഞത് മറ്റ് രീതിയിലുള്ള അപകടത്തെക്കാളേറെ ശ്രദ്ധക്കുറവ് കൊണ്ടുള്ള അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ്. ജോലിയിലും ഇതുതന്നെയാണ് അവസ്ഥ ഉണ്ടാകുന്നത്. അതായത് ശ്രദ്ധക്കുറവുണ്ടായാൽ അബദ്ധങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് പലരും സഹായിക്കാമെന്നൊക്കെ പറയുമെങ്കിലും കൃത്യസമയത്ത് ആ സഹായം എത്തിച്ചേരണമെന്നില്ല. ഊഹക്കച്ചവടത്തിൽ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ നിക്ഷേപങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ ഈ ചതി പറ്റാതിരിക്കാനായിട്ട് നല്ലൊരു ശ്രദ്ധ ആവശ്യമാണ്. എപ്പോഴും ജാഗ്രതയോടെ ജീവിക്കുക, അതാണ് ഈ വിഷുഫലം കൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്നാൽ പൂർണ്ണമായിട്ട് മനസ്സർപ്പിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയവും ഉണ്ടാകും. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ചില ആളുകൾ നമുക്ക് വിപരീതമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും എല്ലാ കാര്യത്തിലും ഒരു കൃത്യത പുലർത്തുകയും നമുക്കെപ്പോഴും നമ്മളിൽ തന്നെ ഒരു ശ്രദ്ധ ഉണ്ടാകുകയും ചെയ്യണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. വിദ്യാർത്ഥികൾക്കും ഇങ്ങനെ തന്നെ ആലസ്യം, മടി ഇതൊക്കെ ഉണ്ടാകാം. കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കുന്നതിൽ നല്ല കരുതലുണ്ടാകണം. പ്രത്യേകിച്ച് യുവജനങ്ങളും വിദ്യാർത്ഥികളും. ഇല്ലെങ്കിൽ അബദ്ധങ്ങൾ സംഭവിക്കാം. കാരണം ഈ നമ്മളെ കുഴിയിലാക്കുന്ന ആൾ ചിലപ്പോൾ അങ്ങ് രക്ഷപ്പെട്ടു പോകും. നമ്മളാണ് പിന്നെ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരുന്നത്. ആ ഒരു രീതിയിലേക്ക് വരാതെ ശ്രദ്ധിക്കണം. പിന്നെ മത്സരങ്ങളിലേക്ക് വലിച്ചിടാനായിട്ട് ആൾക്കാർ ശ്രദ്ധിക്കും. അതിൽ നിന്നും മാറി നിൽക്കുന്നതാണ് കൂടുതൽ ഉചിതം. ഇനി ഗ്രഹസ്ഥിതി കൊണ്ട് നമ്മൾ നോക്കുമ്പം സൗഹൃദങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ പൊതുപ്രവർത്തനങ്ങളിൽ വിജയമാണ് കാണുന്നത്. അലസതയാണ് പൊതുപ്രവർത്തനത്തിലും നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒരു ഘടകമായിട്ട് വരാൻ സാധ്യതയുള്ളത്. ദാമ്പത്യ ജീവിതത്തിൽ ക്രമേണ വിഷമതകൾ ശമിച്ചു വരും. സന്താന ഗുണമുണ്ടാകും. കുടുംബസൗഖ്യത്തിൽ വർധനവുണ്ടാകും. ബിസിനസ്സിൽ നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ പുരോഗതി കിട്ടുന്ന കാലമാണ്. അങ്ങനെ ഒരു
ഓരോ ഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്നതനുസരിച്ച് നമുക്ക് മാനസികമായ സംതൃപ്തി, മംഗളകർമ്മങ്ങളിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും. യാത്രകൾ കൂടുതലായിട്ട് ചെയ്യേണ്ടി വരും. പ്രവർത്തനങ്ങളിൽ പൂർണ്ണ മനസ്സോടെ പ്രവർത്തിച്ചാൽ വിജയം നേടാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ വിജയം നേടാനുള്ള യോഗമുണ്ട്. അലസത പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ഏതൊരു പ്രവൃത്തിയിലും. വാതജന്യ രോഗങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നക്ഷത്രം കൊണ്ടും ഗ്രഹസ്ഥിതി കൊണ്ടുമുള്ള ഫലങ്ങൾ നമ്മൾ കണ്ടു. അതുപോലെ തിഥിയും കരണവും ചേർത്താണ് ആ ഫലം തയ്യാറാക്കിയിട്ടുള്ളത്. അടുത്തത് വിഷുഫലത്തിൻ്റെ ഘടകമായ ആയം, വ്യയം, കന്തായം എന്നിങ്ങനെയാണ്. ഈ അവിട്ട നക്ഷത്രം 2 കൂറുകളിലായിട്ടാണ് വരുന്നത് പറഞ്ഞല്ലോ. ആദ്യ പകുതി മകരക്കൂറിലും രണ്ടാം പകുതി കുംഭക്കൂറിലും. മകരക്കൂറിൽ ആയം 8ഉം വ്യയം 14ഉം ആയതുകൊണ്ട് വരവ് കുറവും ചിലവ് കൂടുതലും ആയിരിക്കും. അപ്രതീക്ഷിത ചിലവുകളൊക്കെ ഉണ്ടാകാം. അവിട്ടത്തിൻ്റെ രണ്ടാം പകുതി കുംഭക്കൂറിലായതുകൊണ്ട് കുംഭക്കൂറിൻ്റെ ആയം 8ഉം വ്യയം 14ഉമാണ് മറ്റേതുപോലെ തന്നെ. അതുകൊണ്ട് തന്നെ ചിലവ് കൂടുതലായിരിക്കും. പിന്നെ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മളെപ്പോൾ പണം മുടക്കിയാലും ആവശ്യമുള്ള കാര്യത്തിന് തന്നെയാണോ എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം പണം മുടക്കുക. അവിട്ട നക്ഷത്രത്തിൻ്റെ കന്തായ ഫലം എന്ന് പറയുന്നത് 7, 0, 4 എന്നിങ്ങനെയാണ്. അതുകൊണ്ട് മേടം മുതൽ 4 മാസം മനസ്സിന് സുഖവും ധനലാഭവും ഉണ്ടാകും. തൃപ്തികരമായ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. ചിങ്ങം മുതൽ 4 മാസം മനസ്സിന് സാമാന്യമായ സുഖം, ശരാശരി ധനലാഭം എന്നിങ്ങനെയായിരിക്കും. ചെറിയ ദുഃഖാനുഭവങ്ങളും ഉണ്ടാകാം. ധനു മുതൽ 4 മാസം ശരാശരി ധനവും മനസ്സിന് അതൃപ്തിയും സുഖാനുഭവങ്ങൾ കുറഞ്ഞും ഉള്ള രീതിയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ആയം, വ്യയം, കന്തായം തുടങ്ങിയൊക്കെ വിഷുഫലത്തിൻ്റെ ഘടകങ്ങളായിട്ട് നമ്മൾ പഞ്ചാംഗം എടുത്ത് നോക്കിയാൽ കാണാം ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അതനുസരിച്ചുള്ളൊരു ഫലം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അടുത്തതായിട്ട് നമുക്ക് ഇവരുടെ പരിഹാര കർമ്മങ്ങളും വഴിപാടുകളൊക്കെയാണ് നോക്കേണ്ടത്. അവിട്ട നക്ഷത്രക്കാർ ചൊവ്വ പ്രീതികരങ്ങളായ കർമ്മങ്ങളാണ് അനുഷ്ഠിക്കേണ്ടത്. അതായത് അവരുടെ ജനനം എന്ന് പറയുന്നത് ചൊവ്വയുടെ ദശയിലാണ്, കുജദശയിലാണ് മകയിരം, ചിത്തിര, അവിട്ട നക്ഷത്രക്കാർ ജനിക്കുന്നത്. അതിൽ അവിട്ട നക്ഷത്രക്കാർ ചൊവ്വ പ്രീതികരങ്ങളായ കർമ്മങ്ങൾ, അതായത് ഭദ്രകാളി ദേവിയെയും സുബ്രഹ്മണ്യ സ്വാമിയെയും, അതാണ് ചൊവ്വയുടെ അതിദേവതകൾ, ഈ 2 ദേവതകളെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതുപോലെ മകയിരം, ചിത്തിര, അവിട്ട ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. അപ്പം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പം ഒരു തവണയെങ്കിലും ഒരു പട്ട് വാങ്ങിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതമോ ത്രിമധുരമോ അങ്ങനെ എന്തെങ്കിലും ഒരു വഴിപാട് നടത്താനും ശ്രദ്ധിക്കുക. നമ്മളാൽ കഴിയുന്ന വഴിപാട് ചെയ്താൽ മതി. കുടുംബ ദേവത ഏതാണെന്ന് വെച്ചാൽ അവിടെയും വഴിപാടുകൾ ചെയ്യണം. പിന്നെ നമുക്ക് വ്രതമൊക്കെ എടുക്കാൻ കഴിയുമെങ്കിൽ ദേവീ പ്രീതികരങ്ങളായ വ്രതങ്ങൾ, പൗർണമി വ്രതം ഒക്കെ എടുക്കുക. സുബ്രഹ്മണ്യ പ്രീതിക്കായിട്ട് ഷഷ്ഠി വ്രതം എടുക്കുക. അതൊക്കെ നല്ലതാണ്. പിന്നെ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനം നടത്തിയിട്ട് പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. കാരണം ഈ അവിട്ടം എന്ന് പറയുന്ന ഇത് മകരത്തിലും കുംഭത്തിലുമായിട്ടാണ് വരുന്നത്. ഈ 2 രാശികളും ശനിയുടെ കൺട്രോളിലുള്ള രാശികളാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ രാശിനാഥൻ എന്ന് പറയുന്നത് ശനിയാണ്, ഈ മകരത്തിൻ്റെയും കുംഭത്തിൻ്റെയും. അപ്പോൾ അതുകൊണ്ട് ശനിയുടെ അതിദേവതയായ ശാസ്താവിനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. നവഗ്രഹ ക്ഷേത്രത്തിൽ ശനിയാഴ്ചകളിൽ ദർശനം നടത്തിയിട്ട് ശനിക്ക് നീരാജനമോ എള്ളുതിരിയോ ഒക്കെ തെളിയിക്കുന്നതും ഉത്തമമാണ്. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും, ഗുണഫലങ്ങൾ കൂടിയിരിക്കും. അലസത മാറാനും ഈ ശാസ്താവിനെ ഭജിക്കുന്നത് വളരെ ഉത്തമമാണ്. ഇതാണ് നമുക്ക് അവിട്ട നക്ഷത്രക്കാരുടെ ഫലം. ചാനലിൽ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ പരിചയക്കാർക്കും സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ പ്രായമായ മാതാപിതാക്കൾക്കൊക്കെ ശാരീരികവും മാനസികവുമായ സുഖം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെന്നും സൗഖ്യം നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. നമസ്കാരം.